തളിപ്പറമ്പ് തിമിരിയിൽ ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. CPM നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ വധശ്രമം, സ്ഫോടക വസ്തു നിയമം തുടങ്ങിയ ഗൗരവകരമായ വകുപ്പുകൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. പ്രതികൾക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധിക്കും. 2011 തളിപ്പറമ്പിനെ നടുക്കിയ തിമിരി ബോംബേറ് കേസിലാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജ് KN പ്രശാന്ത് വിധി പ്രസ്താവിച്ചത്. കേസിൽ ഉൾപ്പെട്ട 10 CPM പ്രവർത്തകരും ശിക്ഷാർഹരാണെന്ന് കോടതി കണ്ടെത്തി. തളിപ്പറമ്പ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ MK പ്രദീപ് കുമാർ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം PV ബാബുരാജ്, TV ബിനു എന്ന ഉടുമ്പ് ബിനു, PP സത്യൻ, AV വിനോദ് കുമാർ, പാലേരി വിജയൻ, KP സുരേഷ്, ടോബി, ജനാർദ്ദനൻ, ശിവപ്രസാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. കേസിൽ ഉൾപ്പെട്ട 2 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. 2011 നവംബർ 27 വൈകുന്നേരം തിമിരി അവർ കോളേജിന് സമീപം വെച്ചായിരുന്നു ബോംബേറ് നടന്നത്. പ്രദേശത്ത് RSS ശാഖ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് തലേ ദിവസം രാഷ്ട്രീയ സംഘടനമുണ്ടായിരുന്നു. ഇതിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന BJP RSS പ്രവർത്തകർക്ക് നേരെയാണ് പ്രതികൾ ബോംബെറിഞ്ഞത്. EV രാമചന്ദ്രൻ, AT സന്തോഷ്, ചന്ദ്രൻ, ജോജി ഫിലിപ്പ്, ലാൽകൃഷ്ണൻ, MC നാരായണൻ, MK മുരളി, ഷിജിൽ തുടങ്ങി 9 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വധശ്രമം ഉൾപ്പെടെ പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ U രമേശൻ ഹാജരായി. പ്രതികൾക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധിക്കും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.